കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് അഖിൽ മാരാർ. ഒരു ചലച്ചിത്ര സംവിധായകൻ എന്നതിലുപരി ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലെ വിജയ് എന്ന നിലയിൽ വലിയൊരു ആരാധക വൃന്ദത്തെ അദ്ദേഹം സൃഷ്ടിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ എപ്പോഴും ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണെന്ന വിമർശനം തുടക്കം മുതലേ ഉണ്ടായിരുന്നു. കോൺഗ്രസ് അനുഭാവിയായി അറിയപ്പെട്ടിരുന്ന മാരാർ പെട്ടെന്ന് 2020 വഴി BJP സഖ്യത്തിന്റെ ഭാഗമായത് കേരള രാഷ്ട്രീയത്തിലെ കൗതുകകരമായ ഒരു വഴിത്തിരിവാണ്. അഖിൽ മാരാർ തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് ഒരു ഉറച്ച കോൺഗ്രസ് അനുഭാവിയായിട്ടാണ്. കെ കരുണാകരൻ, ഉമ്മൻചാണ്ടി തുടങ്ങിയ നേതാക്കളെ വലിയ രീതിയിൽ പുകഴ്ത്തിയിരുന്ന അദ്ദേഹം ചാനൽ ചർച്ചകളിൽ കോൺഗ്രസിന്റെ ശക്തനായ വക്താവായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടിരുന്നത്. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തട്ടകം. ഒരു ഘട്ടത്തിൽ കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അഖിൽ മാരാർ എത്തിയേക്കുമെന്ന് ശക്തമായ അഭ്യൂഹങ്ങളും പരന്നിരുന്നു. CPM-ൽ നിന്ന് ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് വരുമെന്നും അവർക്ക് സീറ്റ് നൽകുമെന്നുമുള്ള വാർത്തകൾ വന്നതോടെ മാരാർ അസംതൃപ്തനായി. തന്റെ രാഷ്ട്രീയ മോഹങ്ങൾ കോൺഗ്രസിൽ ഇടമില്ലെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതലാണ് അദ്ദേഹം പാർട്ടി നേതൃത്വത്തിനെതിരെ തിരിഞ്ഞതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പിന്നീട് കിഴക്കമ്പലത്തെ 2020 പാർട്ടിയുമായി സഹകരിക്കുകയും ആ വഴിയിലൂടെ BJP ഉൾപ്പെടുന്ന NDA സഖ്യത്തിന്റെ ഭാഗമാവുകയും ചെയ്തു. അഖിൽ മാരാരുടെ രാഷ്ട്രീയ മാറ്റത്തോടൊപ്പം ഇപ്പോൾ ചർച്ചയാകുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനെ കുറിച്ച് അദ്ദേഹം നടത്തിയ ഒരു പഴയ അഭിമുഖമാണ്. സതീശന്റെ വ്യക്തിത്വത്തെയും പ്രവർത്തന ശൈലിയും കടന്നാക്രമിക്കുന്നതായിരുന്നു മാരാരുടെ വാക്കുകൾ. താൻ ജർമ്മനിയിൽ നിന്ന് വരുന്ന വഴി ദുബായ് വിമാനത്താവളത്തിൽ വെച്ച് VD സതീശനെ കണ്ട അനുഭവം മാരാർ വിവരിക്കുന്നുണ്ട്. മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ കാണിക്കുന്നതിനേക്കാൾ വലിയ ജാടയാണ് സതീശൻ എന്നായിരുന്നു മാരാരുടെ ആക്ഷേപം. ജനപ്രതിനിധികൾ സാധാരണക്കാർക്കിടയിൽ ഇരിക്കേണ്ടവരാണെന്നും എന്നാൽ സതീശൻ ഒരു പുസ്തകമൊക്കെ എടുത്ത് വലിയ ഗമയിൽ ആരുമായി മിണ്ടാതെ ഒരിടത്ത് മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം പരിഹസിച്ചു. ഒരു പ്രതിപക്ഷ നേതാവിനെ കാണുമ്പോൾ ആളുകൾക്ക് സന്തോഷം ഉണ്ടാകണമെന്നും എന്നാൽ സതീശനെ കാണുമ്പോൾ ചാണകം വാരി എറിയാനാണ് തോന്നുന്നതെന്നുമുള്ള മാരാരുടെ പ്രയോഗം വളരെ വിവാദങ്ങൾക്കാണ് വഴിമരുന്നിട്ടത്. കേരളം കണ്ട ഏറ്റവും വലിയ മോശം പ്രതിപക്ഷ നേതാവാണ് VD സതീശൻ എന്ന് മാരാർ ആവർത്തിച്ചു പറഞ്ഞു. സർക്കാരിനെതിരെ ശക്തമായ സമരമുറകൾ പുറത്തെടുക്കാൻ അദ്ദേഹം തയ്യാറാവുന്നില്ലെന്നും സ്വന്തം പാർട്ടിയിലെ യുവ നേതാക്കളെ ഒതുക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നതെന്നും മാരാർ ആരോപിച്ചു. സർക്കാരിനെതിരെ നിയമസഭയിലും പുറത്തും ആഞ്ഞടിക്കുന്ന മാത്യു കുഴൽനാടനെ പോലുള്ള നേതാക്കളെ സതീശൻ തന്ത്രപരമായി തളയ്ക്കാൻ ശ്രമിക്കുന്നുവെന്നും മാരാർ ആരോപിച്ചു. കുഴൽനാടൻ ഉയർത്തുന്ന വിഷയങ്ങൾ ശ്രദ്ധിക്കപ്പെടുമ്പോൾ അത് തന്റെ വ്യക്തിപ്രഭാവത്തെ ബാധിക്കുമെന്ന് സതീശൻ ഭയപ്പെടുന്നുവെന്നാണ് മാരാരുടെ വാദം. സമരരംഗത്ത് പോലീസിനെ തല്ലുകൊള്ളുന്ന യുവപ്രവർത്തകർക്ക് വേണ്ട സംരക്ഷണമോ പിന്തുണയോ നൽകാൻ സതീശന് കഴിയുന്നില്ല. നേതൃത്വത്തിന്റെ പിന്തുണയില്ലാതെ പ്രവർത്തകർ നിരാശരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ VD സതീശനുമായി മാരാർ താരതമ്യം ചെയ്തു. ഉമ്മൻചാണ്ടി ജനങ്ങൾക്കിടയിൽ ജീവിച്ച നേതാവായിരുന്നുവെന്നും അദ്ദേഹം കാണിച്ച ജനകീയതയുടെ 100-1 പോലും സതീശൻ അവകാശപ്പെടാനില്ലെന്നും മാരാർ പറഞ്ഞു. അതേസമയം രാഷ്ട്രീയ ശത്രുവാണെങ്കിലും പിണറായി വിജയൻ കാണിക്കുന്ന ഉറച്ച നിലപാടുകൾ സതീശൻ ഇല്ലെന്നും പിണറായി വിജയൻ ഭരിക്കുന്നതാണ് സതീശൻ പ്രതിപക്ഷത്ത് നേതാവായിരിക്കുന്നതിനേക്കാൾ ഭേദമെന്നും അദ്ദേഹം തുറന്നടിച്ചു. അഖിൽ മാരാരുടെ ഈ നിലപാട് മാറ്റങ്ങളെ സോഷ്യൽ മീഡിയ വലിയ പരിഹാസത്തോടെയാണ് കാണുന്നത്. കോൺഗ്രസ് സൈബർ ഗ്രൂപ്പുകൾ പഴയ പ്രസംഗങ്ങൾ കുത്തിപ്പൊക്കി മാരാറെ ട്രോളുന്നു. അവസരവാദത്തിന്റെ ആൾരൂപം എന്നാണ് പലരും അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ താൻ സത്യങ്ങൾ വിളിച്ചു പറയുകയാണെന്നും പാർട്ടിയല്ല തനിക്ക് വലുത്, മറിച്ച് ജനങ്ങളോടുള്ള മനോഭാവമാണെന്നും മാരാർ ന്യായീകരിക്കുന്നു. BJP സഖ്യത്തിന്റെ ഭാഗമായതോടെ മാരാറുടെ സൈബർ പോരാട്ടം ഇപ്പോൾ ഇടതു വലത് മുന്നണികൾക്കെതിരെയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾക്കും അഭിമുഖങ്ങൾക്കും ലഭിക്കുന്ന വലിയ കാഴ്ചക്കാർ കേരളത്തിലെ വോട്ട് ബാങ്കിൽ എത്രത്തോളം ചലനം ഉണ്ടാക്കുമെന്നും വരും തിരഞ്ഞെടുപ്പുകൾ തെളിയിക്കും. വിവാദങ്ങൾ ഉണ്ടാക്കാൻ അഖിൽ മാരാർക്ക് പ്രത്യേക കഴിവുണ്ട്. അദ്ദേഹത്തിന്റെ ഭാഷാ ശൈലിയും കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന രീതിയും സാധാരണക്കാരെ ആകർഷിക്കാറുണ്ട്. ഒരു റിയാലിറ്റി ഷോ വിജയ് എന്ന നിലയിലുള്ള സ്വാധീനം യുവാക്കൾക്കിടയിൽ അദ്ദേഹത്തിന് അനുകൂല ഘടകമാണ്. എന്നാൽ രാഷ്ട്രീയത്തിൽ സ്ഥിരതയില്ലാത്തത് അദ്ദേഹത്തിന് തിരിച്ചടിയാകാനും സാധ്യതയുണ്ട്. അഖിൽ മാരാർ ഉന്നയിച്ച വിമർശനങ്ങൾ VD സതീശൻ എന്ന നേതാവിനെ മാത്രം ലക്ഷ്യം വെച്ചുള്ളതല്ല, മറിച്ച് കേരളത്തിലെ നിലവിലെ പ്രതിപക്ഷ പ്രവർത്തനത്തോടുള്ള തന്നെ അതൃപ്തി കൂടിയാണ്. എന്നാൽ വ്യക്തിപരമായ അധിക്ഷേപങ്ങളും ജാട ആരോപണങ്ങളും ഒരു രാഷ്ട്രീയ നേതാവിനെ അളക്കാനുള്ള മാനദണ്ഡമല്ലെന്ന് കോൺഗ്രസ് അനുകൂലികൾ വാദിക്കുന്നു. ഏതായാലും അഖിൽ മാരാരുടെ രാഷ്ട്രീയ വേഷപ്പകർച്ചകൾ കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ശൈലിയുടെ അടയാളമാണ്. ഒരു സെലിബ്രിറ്റി തന്റെ പ്രശസ്തി ഉപയോഗിച്ച് രാഷ്ട്രീയ ചേരികൾ മാറുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഈ സംഭവത്തിൽ വ്യക്തമാണ്. വരും നാളുകളിൽ മാരാർ BJP സഖ്യത്തിൽ എത്രത്തോളം കരുത്തനാകുമെന്നും സതീശനെതിരെയുള്ള ഇത്തരം ആരോപണങ്ങൾ ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കുമെന്നും കാത്തിരുന്നു കാണേണ്ടതാണ്.